രംഗൻ ചേട്ടൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അണ്ണൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അണ്ണൻ ഒറ്റ മോനാണേ, അതുകൊണ്ട് അയാളെ സ്വന്തം ചേട്ടനെ പോലെയാണ് കണ്ടത്. പക്ഷെ അയാള് അണ്ണനെയും കൊണ്ട് കോളേജിൽ ചേരാൻ പറ്റ പൈസ മുഴുവൻ എടുത്ത് ഒരു പൊട്ട ഷെയർ മാർക്കറ്റ് കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. കമ്പനി 8 നില പൊട്ടി. അണ്ണന് പിന്നെ കോളേജ് ചേരാൻ പറ്റിയില്ല. പിന്നെ അണ്ണൻ കടയിൽ നിന്ന് അടിയോട്ടടി ജ്യൂസ്. കേട്ടിട്ട് ഒരു ഗ്യാങ്സ്റ്ററിന്റെ ഫ്ലാഷ് ബാക്ക് പോലും ഇല്ലല്ലോ. നീ മിണ്ടായിരുന്നു കഥ കേട്ടവർക്ക്. എന്താടാ നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറൊന്നും അടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. ബാംഗ്ലൂരിന്റെ ഒരു അറ്റത്ത് ആർക്കും വേണ്ടാത്ത കുറച്ച് അരിശൂമി അങ്ങോട്ട് മേടിപ്പിച്ച്. അവിടെയാണ് ഇപ്പൊ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നത്. ലക്കി മാൻ. അമ്പേട്ടാ പിന്നെന്തായി? അല്ല, ഏതോ സ്ഥലമൊക്കെ മേടിച്ചുള്ള പൈസയൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതൊക്കെ എങ്ങനെയാ? അവസാനം അണ്ണൻ റെഡ്ഡിയുടെ അടുത്തുനിന്ന് റിസൈൻ ചെയ്തു. സ്വന്തം സെറ്റപ്പിൽ പരിപാടി തുടങ്ങി. അങ്ങനെ അണ്ണൻ പിന്നെയും ജ്യൂസേടെ ഇന്ന് അടിയോടടി അല്ലേ? എങ്ങനെ മനസ്സിലായി? എന്നിട്ട് അതിന്റെ മുന്നിൽ അണ്ണൻ നിന്നുകൊണ്ട് ഒരു അലർച്ചയുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന അണ്ണനായി നമ്മുടെ രംഗണ്ണൻ. അണ്ണാന്ന് മാറ്റി വിളിക്കാൻ എനിക്ക് അറിയാട്ടോ. ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല. ഇൻസ്റ്റാഗ്രാമിൽ പോലും ഇയാൾക്ക് എന്നോട് ലൈക്കില്ല. എന്തൊരു തള്ളണത്!